അവസാന ഘട്ട ഒരുക്കം 9:15 അടുപ്പുവെട്ട ചടങ്ങിന് മുന്നോടിയായിട്ട് എല്ലാം ഒരുക്കി വെക്കുകയാണ്. ചേച്ചി എവിടെ നിന്നാണ് വരുന്നത്? കാട്ടാക്കടയിൽ. എത്ര വർഷമായി പൊങ്കാല ഇടുന്നുണ്ട്? എന്തൊക്കെയാണ് ഇപ്രാവശ്യം ആറ്റുകാലമ്മയ്ക്ക് സമർപ്പിക്കുന്നത്? പായസം, തെരളി, മുണ്ടപ്പുറ്റ്. ഇത് മൂന്നുമാണ്. എങ്ങനെയുണ്ട് പിന്നെ ഇപ്രാവശ്യത്തെ തിരക്കും ഇതൊക്കെ കണ്ടിട്ട് എന്ത് തോന്നുന്നു? കുഴപ്പമില്ല. അങ്ങനെ എല്ലാവരും ഓരോരുത്തർ ഓരോ ഒരുക്കങ്ങളിൽ, തെരളി, മണ്ടപ്പുറ്റും ഇതിന്റെയൊക്കെ ഒരുക്കങ്ങളിലാണ് എല്ലാവരെയും നമുക്കിപ്പോ കാണാൻ സാധിക്കുന്നത്. എവിടുന്നാണ് ചേച്ചി വരുന്നത്? കാട്ടാക്കടയിൽ തന്നെ. ഒരുമിച്ച് വന്നതാണോ? ഒരുപാട് വർഷമായോ ചേച്ചി ഇടുന്നു? ഒരുപാട് വർഷം കൊണ്ട് ഇടുന്നുണ്ട്. കഴിഞ്ഞ 2 വർഷം മുടക്കമായി. എങ്ങനെയുണ്ട് ഈ വർഷം? ഇപ്പൊ 2 വർഷത്തിന് ശേഷം വീണ്ടും ഇപ്പോഴും വരുന്നു. എന്തൊക്കെയുണ്ട് ഇപ്രാവശ്യം? എന്തൊക്കെയാണ് അമ്മയ്ക്ക് ഒരുക്കുന്നത്? ഞാൻ കടും പായസവും തെരളിയും. അങ്ങനെ എല്ലാവരും ഒരുക്കങ്ങൾ ഇങ്ങനെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് ആറ്റുകാൽ അമ്മയ്ക്ക് വേണ്ടിയിട്ട്. തിരക്കുകൾ കൂടി തുടങ്ങുവാണ്. ഇപ്പൊ ആളുകൾ ആദ്യമേ തന്നെ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ഇനിയും ബാക്കിയുള്ളവരെല്ലാവരും ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാക്സിമം 2 പേർ മാത്രമാണ് അനുവദിച്ചിരിക്കുന്നത്. ദേവി ദർശനം കഴിഞ്ഞ് പ്രാർത്ഥനാ മണ്ഡപത്തിൽ എത്തിയതിനു ശേഷമേ താലപ്പൊലി നേർച്ചക്കാർ മടങ്ങി പോകാവൂ. എല്ലായിടത്തും തന്നെ പൊങ്കാല അടുപ്പുകളെല്ലാം തന്നെ തയ്യാറായിട്ടുണ്ട്. ഒരുപാട് നാളത്തെ അവരുടെ കാത്തിരിപ്പാണ് അല്ലെ. ഈ വർഷം കഴിഞ്ഞ് ഈ ദിവസത്തെ പൊങ്കാല കഴിഞ്ഞ് അവർ പോയി കഴിഞ്ഞാൽ അടുത്ത വർഷത്തേക്ക് അവർ കാത്തിരിക്കുകയാണ്. ഈ ഒരു ദിവസത്തിന് വേണ്ടി സ്ഥലത്തൊക്കെ ഇപ്പോ പുലർച്ചെ ആയതുകൊണ്ട് അല്ലെങ്കിൽ രാവിലത്തെ സമയം ആയതുകൊണ്ട് നിൽക്കാൻ പറ്റുന്ന ഒരവസ്ഥയാണ്. കുറച്ചുകൂടി കഴിഞ്ഞാൽ അവിടെ നിൽക്കാൻ പോലും പറ്റാത്ത അത്ര ചൂടായിരിക്കും അനുഭവപ്പെടാൻ പോകുന്നത്. നമുക്കറിയാം കുംഭമാസമാണ്. കുംഭമാസത്തിലെ കാർത്തിക നാളിലാണ് ഉത്സവത്തിന്റെ ഒരുക്കങ്ങൾ ഉത്സവം തുടങ്ങുന്നത്. അത് പൊങ്കാലയിൽ എത്തുന്നത് പൂരം നാളിലാണ്. കുംഭമാസത്തിലെ പൂരം നാളിൽ പൗർണമിയുടെ അന്നാണ് പൊങ്കാല നടക്കുക. അപ്പോൾ ചൂട് ഏറ്റവും കൂടിയ സമയമാണ്. നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചെറിയ ചാറ്റൽ മഴയൊക്കെ തിരുവനന്തപുരത്ത് കിട്ടി. പക്ഷെ മലയോര മേഖലകളിൽ നല്ല മഴ കിട്ടിയ ഇടങ്ങളുമുണ്ട്. പക്ഷെ ചൂടിനൊരു കുറവുമില്ല. അപ്പോൾ സ്റ്റാച്യു, തമ്പാനൂർ തുടങ്ങിയ ഇടങ്ങളിൽ കുറച്ച് കഴിയുമ്പോൾ തന്നെ വലിയ ചൂട് അനുഭവപ്പെടും. പക്ഷേ അവിടെ ആയിരിക്കും ആളുകൾ. അതെ അതെ, എല്ലാ വർഷവും ഇങ്ങനെ വരണം. ഇത്രയും വെയിലിനെ ഒക്കെ അവർ അവഗണിച്ചുകൊണ്ട് നിൽക്കണമെങ്കിൽ അവർക്ക് അത്രയേറെ ഭക്തി ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രേണുക, ഇത്തവണ കോർപ്പറേഷൻ നമ്മുടെ VV രാജേഷ് മേയർ ആയതിനു ശേഷമുള്ള ആദ്യത്തെ പൊങ്കാലയാണ്. ഇന്നലെ അദ്ദേഹം ന്യൂസ് 18നോട് ആ സന്തോഷം പങ്കുവച്ചിരുന്നു. ഒപ്പം 600 ടാങ്കുകളിലാണ് വെള്ളം എത്തിക്കുന്നത്. ഈ കടുത്ത ചൂടാണ്, തളർന്നു വീഴാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായി എല്ലാവർക്കും വെള്ളം കിട്ടുന്ന രീതിയിലുള്ള സജ്ജീകരണങ്ങളെല്ലാം തന്നെ തയ്യാറായിട്ടുണ്ട്. തുടക്കത്തിൽ കുടിവെള്ളമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൃത്യമായി പരിഹരിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള കോർപ്പറേഷൻ എല്ലാ ക്രമീകരണവും കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നുണ്ട്, സന്നദ്ധ സംഘടനകളുടെ ഭാഗത്തു നിന്നുണ്ട്, എല്ലായിടത്തും ഉണ്ട്. പക്ഷേ നമുക്ക് ഈ പൊങ്കാല ഇടാൻ വരുന്നവരോട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതിനോടകം തന്നെ വലിയ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ പൊങ്കാല ഇടുന്നതിനും ഈ ദർശനത്തിനും ഒക്കെയുള്ള ഇടയ്ക്ക് വെള്ളം കുടിക്കുന്നത് മറന്നു പോകരുത് എന്നതാണ് പറയാനുള്ളത്. കാരണം നിർജ്ജലീകരണം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ദാഹിച്ചില്ലെങ്കിൽ പോലും വെള്ളം കുടിക്കണം, ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കണം. അപ്പോൾ ഒരു ചെറിയൊരു കുപ്പി വെള്ളമെങ്കിൽ അല്ലെങ്കിൽ കരുതേണ്ട പോലും കാര്യമില്ല. ഓരോ സ്ഥലങ്ങളിലായി വെള്ളം കൊടുക്കുന്നുണ്ട്. അത് വാങ്ങി കുടിക്കുക എന്നുള്ള ഒരു സമയം കൂടി കണ്ടെത്തുക. അതും കൂടി ഒന്ന് ഓർക്കണം, വെള്ളം കുടിക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് കൂടെയുള്ള കുട്ടികൾക്ക് വെള്ളം കൊടുക്കണം. അവർ ചോദിച്ചില്ലെങ്കിലും അവർക്കിടയ്ക്ക് വെള്ളം കൊടുക്കണം. അതൊക്കെ ശ്രദ്ധിക്കാൻ ഈ പൊങ്കാല ഇടാൻ വരുന്നവർ കൂടി ആ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് അറിയിപ്പുണ്ട്. നമുക്ക് ഈ ചടങ്ങുകളിലേക്ക് വന്നാൽ 9:45 പണ്ടാര അടുപ്പില് തീ പകരുന്നത്. അതിനുശേഷമായിരിക്കും ഈ നഗരം മുഴുവൻ ഒരു യാഗശാല പോലെ എല്ലായിടത്തും പൊങ്കാല അടുപ്പുകൾ നിറയും. ആളുകളൊക്കെ പൊങ്കാല ഇടുന്നത് പരസ്പരം 2 കാലോടുകൂടിയായിരിക്കും ഈ ഒരു നിവേദ്യം എടുക്കുന്നത്. അതിനുശേഷം എല്ലാവരും മടങ്ങി അവരുടെ വീടുകളിലേക്ക് പോകും. നേരത്തെ രേണുക സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് നേരത്തെ ക്ഷേത്രം അടയ്ക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആളുകളൊക്കെ കാണുന്നതിന് വേണ്ടിയിട്ട് രാവിലെ തന്നെ തിരക്ക് കൂട്ടി ഇവിടേക്ക് എത്തുന്നത്. വലിയ അനൗൺസ്മെന്റുകൾ നടക്കുകയാണ്. അത് ഈ ഓരോ നടക്കാനിരിക്കുന്ന ചടങ്ങുകളുമായി ബന്ധപ്പെട്ടൊക്കെ അമ്പലത്തിൽ നടക്കുന്ന അനൗൺസ്മെന്റുകളാണ്. നമുക്ക് ഒരു ചെറിയ ഇടവേള എടുത്തതിന് ശേഷം വളരെ പെട്ടെന്ന് തിരിച്ചെത്തും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.